അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റമദാനിലെ സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. നമ്മൾ ഈ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നിടത്ത് തന്നെ നമുക്കറിയാലോ, ഏറ്റവും ഉന്നതമാകുന്ന സൽക്കർമ്മങ്ങളിൽപ്പെട്ടൊരു സൽക്കർമ്മമാണ് ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത്. നമുക്കറിയാം, അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥമാവുന്ന പരിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ട മാസമാണ് റമദാൻ. അള്ളാഹ് തന്നെ പറയുന്നില്ല, ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ധാരാളമായിട്ട് ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത്. നമ്മുടെ അത്യാവശ്യമായ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ എന്ത് ചെയ്യാം? ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്. അതാണ് റസൂൽ പറയുന്നുണ്ടോ, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക. നിശ്ചയം ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് ഖിയാമത്ത് നാളിൽ ഖുർആൻ ശുപാർശകനായി വരുന്നതാണ് എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയൊക്കെ, നാളെ പരലോകത്ത് രക്ഷപ്പെടണം എന്നുള്ള നിലക്ക് നമ്മൾ നിൽക്കുന്ന നൃത്തത്തിൽ ഈ ഖുർആൻ നമ്മൾ ഓതുകയും അത് ജീവിതത്തിൽ പകർത്തുകയും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഖുർആൻ എന്ത് ചെയ്യും? അള്ളാഹുവിനോട് നമുക്ക് വേണ്ടി ശുപാർശ തേടും എന്നുള്ളതാണ്. ആ ഹദീസിൻ്റെ അവസാന ഭാഗത്ത് കാണി, ഖുർആനും നോമ്പും എന്ത് ചെയ്യും? അള്ളാഹിനോട് ശുപാർശ നമുക്ക് തേടിക്കൊണ്ടേയിരിക്കും അത്രേ. അവസാനം ഖുർആനിൻ്റെ ശുപാർശ അള്ളാഹു സ്വീകരിക്കുന്നതാണ് എന്നതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയത് രക്ഷപ്പെടാൻ കിട്ടിയ ഒരവസരമാണിത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നോമ്പുണ്ട്, ഇനി ഖുർആൻ പാരായണം ചെയ്യും. അതനുസരിച്ച് നമ്മുടെ ജീവിതം ഒന്ന് തിട്ടപ്പെടുത്താൻ വേണ്ടി നമ്മൾ തയ്യാറായാൽ മതി. അള്ളാഹു നമ്മളെ രക്ഷിച്ചോളും ഈ ലോകത്ത്.